സാറേ, സാറ് പറഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ സാറത് നമ്മൾ ഈ അനുസരണത്തിന്റെ പ്രശ്നം എന്നുള്ള കോണുകളിൽ കാണാതെ വിശ്വാസത്തിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ സാറൊന്ന് കണ്ടു നോക്ക്. 5,5 ലക്ഷത്തോളം വരുന്ന അതിരൂപതയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് ആ കണ്ണിലൂടെ കാണുമ്പോൾ ഇതിന് നീതീകരണമുണ്ട്, ന്യായീകരണമുണ്ട്. അപ്പോൾ സാറിപ്പോൾ കാപ്പയുടെ കാര്യം പറഞ്ഞു. ഈ കാപ്പ എന്ന് പറഞ്ഞാൽ റോമൻ സൈനികർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്ത്രമാണത്. റോമൻ സൈനികരും സൈനിക അധികാരികളും റോമൻ റോയൽറ്റീസ് ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് കാപ്പ. അത് ഒരു പൗരോഹിത്യത്തിന്റെ പ്രതീകമായിട്ട് അത് മാറുകയും നമ്മളത് ഫോളോ ചെയ്യുകയാണ്. അപ്പൊ കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു മേൽവസ്ത്രം എന്നുള്ള രീതിയിൽ യൂറോപ്പില് അല്ലെങ്കിൽ റോമൻ സൈനികർ ഉപയോഗിച്ചിരുന്നു. ലീജിയണേഴ്സ് എന്ന് പറഞ്ഞുള്ള ശതാധിപന്മാരുടെയൊക്കെ പുറയിലുണ്ടായിരുന്ന വസ്ത്രമാണ് ഈ കാപ്പ. രാജാക്കന്മാരുണ്ട് അത് ധരിച്ചിരുന്നു കാപ്പ. അത് തന്നെയാണ് നമ്മുടെ തിരുവസ്ത്രമായിട്ട് നമ്മൾ മാറിയത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ റോമിൽ നിന്നുള്ള വസ്ത്രം തന്നെയാണത്, കാപ്പ എന്ന് പറയുന്നത്. ഇനി ലത്തീൻ സഭയും കാപ്പ ഉപയോഗിക്കാറുണ്ട്. താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അതായത് കൂദാശ, അതായത് ദിവ്യബലി ഒഴിച്ച് ബാക്കിയുള്ള കൂദാശ അനുകരണങ്ങളിൽ കാപ്പ ഉപയോഗിക്കുന്നത്. അവർ ബാക്കിയുള്ള വെഞ്ചരിപ്പാകട്ടെ, കൊടിയേറ്റമാകട്ടെ, അല്ലെങ്കിൽ മറ്റു അനുഷ്ഠാനങ്ങളിലൊക്കെ അവർ കാപ്പ, ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊക്കെ അവർ കാപ്പ ഉപയോഗിക്കാറുണ്ട്. അപ്പം ദിവ്യബലിക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കാപ്പ, നമ്മുടെ കാപ്പ അല്ല, റോമൻ കാപ്പ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മളത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ നാട്ടിലും വരുമ്പോൾ അതിന്റെ ഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കയറി ഇറങ്ങിയൊക്കെ മാറിയിരിക്കും. അങ്ങനെയാണ് കാപ്പ വരുന്നത്. അപ്പം കാപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. പിന്നെ ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ ഒന്ന് കണ്ടു നോക്കുക. രണ്ട് രീതിയിലെ കുർബാനയെ ലോകമെമ്പാടും ഉള്ളു. ഒന്ന് ആഡ് ഓറിയന്റം, കിഴക്കിന് അഭിമുഖ കുർബാന. ഒരിക്കലും ഒരു രാജ്യത്തും അൾത്താരാഭിമുഖ കുർബാന ഇല്ല, ഒരു സഭയിലും ഒരിടത്തും ഇല്ല. കിഴക്കിന് അഭിമുഖമായിട്ടുള്ള കുർബാനയുള്ള ആഡ് ഓറിയന്റം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആരാധന കൺസെപ്റ്റ്. പിന്നെ ഒന്നുള്ളത് വേഴ്സസ് പോപ്പുലം. അത് രണ്ടാം വത്തിക്കൻ കൗൺസിലിന് ശേഷം ഉടലെടുത്തൊരു ആശയം അല്ലെങ്കിൽ ഉടലെടുത്തൊരു രീതിയാണത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് സഭയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള രീതികളിലുള്ള എന്താ പറയുക തീരുമാനങ്ങളാണ്, പ്രമാണങ്ങളുമാണ് രണ്ടാം വത്തിക്കൻ കൗൺസിൽ ഉണ്ടായിരുന്നത്. ആദിമ സഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ വീണ്ടും ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഉണർവാണ് രണ്ടാം വത്തിക്കൻ കൗൺസിലൂടെ നമുക്ക് നൽകപ്പെട്ടത്. അത് ഇന്ന് ലോകമെമ്പാടും പഠിക്കുന്നതും അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരിക്കുന്ന ഒരു ഇടപെടലായിട്ടാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ അതിനെ കണ്ടുവരുന്നത്. ആദിമ ക്രൈസ്തവർ എങ്ങനെയാണോ ബലിയർപ്പിച്ചിരുന്നത്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ കൂടെയായിരുന്നു ഈശോ അർപ്പിച്ചതുപോലെ ശിഷ്യന്മാർ അതുപോലെ തന്നെയാണ് വീടുകളിൽ ബലിയർപ്പിച്ചിരുന്നത്. നമുക്കറിയാം, ഈ മതസ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന ഏത് കാലഘട്ടത്തിലാണ്? കോൺസ്റ്റന്റ് കാലഘട്ടത്തിലാണ് മതസ്വാതന്ത്ര്യം വരെ കിട്ടുന്നത്. അതിനുമുമ്പ് വീടുകളിൽ രഹസ്യമായിട്ടാണ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈശോ ഇപ്പൊ അന്ത്യത്താഴവേളയിൽ അവർക്ക് അപ്പം എടുത്ത് കയ്യിൽ കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ചെയ്തതുപോലെ തന്നെ ശിഷ്യന്മാർ അതുപോലെ തന്നെയാണ് ബലിയർപ്പിച്ചിരുന്നത്. അപ്പൊ അവരുടെ അഭിമുഖമായിട്ടിരുന്ന് എല്ലാവരുടെ ഒപ്പം ഇരുന്നാണ് ബലിയർപ്പിച്ചിരുന്നത്. അതായത് അഭിമുഖം എന്ന് പറയുമ്പോൾ പങ്കെടുത്തിരുന്നവർക്ക് അനുഷ്ഠാനങ്ങൾ ദൃശ്യമാകുന്ന രീതിയിലായിരുന്നു. അപ്പം കൂടെ പങ്കെടുക്കുന്ന ഇത് എന്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞ അതേ കൂദാശവചനങ്ങൾ അതേപടി ആവർത്തിച്ച് ഈ അപ്പം മുറിച്ച് അവർക്ക് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവരുടെ കൺമുമ്പിലാണ് ഇതൊക്കെ അനുഷ്ഠാനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനാണ് പറഞ്ഞത്, വിശ്വാസികൾക്ക്, ആദിമ ക്രൈസ്തവർക്ക് എന്തായിരുന്നു, അവരുടെ മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. അതിപ്പോ അരമായ ആകട്ടെ ഗ്രീക്ക് ആകട്ടെ അവിടെയുള്ളവരുടെ ഭാഷയിലായിരുന്നു ഈ അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പം മനസ്സിലാകുന്ന രീതിയിൽ, പങ്കെടുക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് ഈ പ്രാർത്ഥനകളിൽ മാറ്റണം. വിശ്വാസികൾക്ക് അർത്ഥം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമുക്കറിയാം, സുറിയാനിയിൽ അബുൻ ബഷ്മയ്യ അല്ലെങ്കിൽ ലാറ്റിനാണ് പാട്രനോസ്റ്റർ. ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അർത്ഥം അറിയാതെ ചൊല്ലിയിട്ടൊരു കാര്യമില്ല. അനുഗ്രഹം കിട്ടും, എന്നാലും അവന്റെ ആത്മീയമായിട്ടൊരു ഉണർവ്, അവന്റെ മനസ്സിലൊരു ചിന്താഗതി, എന്റെ സ്വർഗത്തിലുള്ള അപ്പനെയാണ് ഞാൻ വിളിക്കുന്ന ഒരു ബോധ്യം ആഴപ്പെടുത്തണമെങ്കിൽ അവന് മനസ്സിലാകണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം അവൻ അറിയണം. അതിനുവേണ്ടിയാണ് മലയാളത്തിലോട്ട് മാറ്റിയത്. അതുപോലെ തന്നെയാണ് ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ദിവ്യ രഹസ്യങ്ങൾ. അപ്പൊ ദിവ്യ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ പല അല്ലെങ്കിൽ അനുകൂലം വിചാരിച്ചേക്കണം ഇതൊന്ന് സ്വകാര്യമോ അല്ലെങ്കിൽ മറ്റേ എന്നാ പറയാ സ്വകാര്യതയാണെന്ന് വിചാരിച്ചേക്കണം, പ്രൈവസി അല്ലെങ്കിൽ സീക്രസി, രഹസ്യാത്മകത. എന്നാൽ ഇവിടെ ദിവ്യ രഹസ്യം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മിസ്റ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യന് പറഞ്ഞറിയിക്കുവാനോ പറഞ്ഞ് മനസ്സിലാക്കുവാനോ സാധിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള അഗ്രാഹ്യമായിട്ടുള്ള ഒരു സംഭവം, ഒരു രഹസ്യം അവിടെ നടക്കുകയാണ്. അത് സ്വകാര്യം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. എന്താണ് ദിവ്യ രഹസ്യം? ദിവ്യബലിയില അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ, മനുഷ്യന്റെ കണ്ണുകൊണ്ട് അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ടും കർത്താവിന് തിരുശരീരമായിട്ട് മാറുന്നു. ഇതെങ്ങനെ മാറും? ഇത് നമുക്ക് വിശദീകരിക്കാനോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതാണ് രഹസ്യം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ തിരുശരീരമായി മാറുന്നു? നമുക്കറിയാം പരിശുദ്ധാത്മാവിനാലാണ് മാറുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇതെങ്ങനെ കൺമുമ്പിൽ അപ്പമായിരിക്കുമ്പോൾ തന്നെ അതെങ്ങനെ പൂർണ്ണമായിട്ട് ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു എന്നുള്ളത് അതൊരു ദിവ്യ രഹസ്യമാണ്. മാറുന്നു നമുക്കറിയാം, അത് വിശ്വാസമാണ്, അത് 100% ശരിയാണ്. പക്ഷെ അതെങ്ങനെ മാറുന്നു?
പരിശുദ്ധാത്മാവിൽ മാറുന്നു. പക്ഷെ അത് എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് ദൈവത്തിന്റെ വലിയൊരു ദൈവരഹസ്യമാണ് അതിലുള്ളത്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അതൊരു ദിവ്യരഹസ്യമാണ്. പരിശുദ്ധാത്മാവിലാണ് വചനം മാംസമായി മാറിയെന്ന് നമുക്കറിയാം. പക്ഷേ അതെങ്ങനെ വചനം മാംസമായി മാറി എന്നുള്ളത് നമുക്കറിയില്ല. അത് ദിവ്യരഹസ്യമാണ്. അപ്പം ഈ ദിവ്യരഹസ്യങ്ങൾ, വിശുദ്ധ ബലി ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വകാര്യമാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങളെ സൂക്ഷിച്ചു നോക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലിയിൽ പങ്കുചേരുമ്പോൾ, പങ്കാളികളാകുമ്പോൾ അതൊരു മാനസികമായും ആത്മീയമായും ഒരു അനുഭവമായിട്ട് നമുക്കത് മാറും. നമ്മളെ ഈ ഭൂമിയിൽ നിന്നുള്ള അവസ്ഥയിൽ നിന്നേക്കാളും വേറൊരു ആത്മീയ തലത്തിലേക്ക് നമ്മളത് ഉയർത്തും. അതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം, അങ്കമാലി അതിരൂപതക്കാർ ശക്തമായിട്ട് നിൽക്കുന്നത്. അത് മെത്രാന്മാരോടുള്ള അനുസരണക്കേടോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ധിക്കാരമോ അല്ല, തങ്ങളുടെ വിശ്വാസത്തിലുള്ള അടിയുറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം മാത്രമാണത്. അപ്പൊ സാറത് വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടൊന്ന് കാണുക, അനുസരണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണാതെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കാണുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്നും ശക്തമായ സാമ്രാജ്യമാണ്. മാർപ്പാപ്പയ്ക്ക് അധികാരങ്ങൾ ധാരാളമുണ്ട്. എന്നിട്ട് പോലും മിലാൻ അതിരൂപതയുടെ ആവശ്യവും പ്രതിഷേധവും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അംബ്രോസൻ റീത്തിന് അവിടെ അനുവദിച്ച്, അംബ്രോസിയൻ റൈറ്റ് എന്നുള്ള പ്രത്യേക റീത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മിലാൻ അതിരൂപത മുഴുവൻ അത് ചൊല്ലാനുള്ള അവകാശം. മാർപ്പാപ്പ പോയാൽ പോലും ഇപ്പോൾ അവിടെ മിലാൻ അതിരൂപത ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അംബ്രോസൻ റീത്തിൽ ദിവ്യബലി അർപ്പിക്കാനുള്ള മാന്യത ഇപ്പോഴും അവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് അനുസരണക്കേടായിട്ട് അവിടെ മാർപ്പാപ്പ കണ്ടില്ല. താൻ പറയുന്ന പോലെ റോമൻ റീത്തിൽ ബലിയർപ്പിക്കാനുള്ള അവരുടെ നിർദ്ദേശത്തിനെതിരെയുള്ള അനുസരണക്കേടായിട്ട് കാണാതെ ആ വിശ്വാസ സമൂഹത്തിന്റെ ആഴമായ ബോധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംബ്രോസൻ റീത്ത് എന്നുള്ള റീത്ത് അനുവദിച്ചു കൊടുത്തു. നമുക്കറിയാം, ആഫ്രിക്കയിലെ സെയറിയൂസ് എന്നും പറഞ്ഞിട്ട് റോമൻ റീത്തിന് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഈ പാശ്ചാത്യരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കുർബാനയ്ക്ക് നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമാണ്. കാര്യം പാശ്ചാത്യർക്ക് നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ആർട്സ് ആണ്, ഒരു പെർഫോമൻസ് ആണ്, ഒരു പെർഫോമൻസ് ആർട്ടാണ്, ഒരു കല മാത്രമാണ്. എന്നാൽ ആഫ്രിക്കയിലെ ജനതകളെ സംബന്ധിച്ചുള്ള നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ആരാധന രൂപമാണ്. നമുക്കറിയാം, നമ്മൾ ഹല്ലേലൂയ സ്തുതി എന്നും പറഞ്ഞിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നമ്മൾ സ്തുതിക്കാറുണ്ട്. അത് സ്തുതിപ്പാണ്. അതുപോലെ തന്നെ അവരുടെ നൃത്തം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ രൂപമാണത്. അങ്ങനെ വന്നപ്പം എന്ത് ചെയ്തു? സെയറിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടെ വിട്ടുവീഴ്ച ചെയ്ത് മാർപ്പാപ്പ സെയർ യൂസ് എന്നുള്ള ലിറ്റർജിക്കൽ വേരിയന്റ്, പുതിയ റീത്തല്ല, റോമൻ റീത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വേരിയന്റ് എന്ന് വെച്ച് കൊടുത്തു, ലിറ്റർജിക്കൽ വേരിയന്റ് അല്ല. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളിൽ നൃത്തം, അവരുടെ കാഴ്ചവെപ്പിന്റെ സമയത്താകട്ടെ, ബൈബിൾ വാചന ഗാനങ്ങളുടെ സമയത്താകട്ടെ അവർ നൃത്തം ചെയ്യണം. കാര്യം എന്താ? നൃത്തം അവർക്ക് ആരാധനയാണ്. പുറത്തൊരാളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് കലയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായി. അപ്പൊ നമ്മൾ ഒരു അതിരൂപതയിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കണക്കിലെടുക്കുമ്പോൾ ഈ പ്രശ്നം തീർന്നു. ഇനി സിനഡിനെ കുറിച്ചൊരു കാര്യം ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല. സിനഡ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒത്തുതീർപ്പ് എന്നുള്ളൊരു കുർബാന, കോംപ്രമൈസ് കുർബാന, അതൊരു ദൈവശാസ്ത്ര വീക്ഷണമുള്ള കുർബാനയാണോ? എല്ലാം ഐക്യരൂപത്തിലാക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് കുർബാന, അങ്ങനെ ഒരു കുർബാന ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ കിഴക്കൻ അഭിമുഖ കുർബാന അർപ്പിക്കുന്നു. വളരെ മനോഹരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എന്തുകൊണ്ടത് മാറ്റുന്നു? അവരുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുർബാന അർപ്പണ രീതിയായ ജനാഭിമുഖ കുർബാന. ജനാഭിമുഖ കുർബാന നമ്മൾ എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുമെങ്കിലും ശരിക്കും അത് ഒരു ബലിപീഠാഭിമുഖ കുർബാനയാണ്. അൾത്താര എന്ന് പറഞ്ഞാൽ ശരിക്കും ബലിപീഠം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബലിപീഠാഭിമുഖ കുർബാന. കാര്യം വൈദികൻ എങ്ങോട്ടാണ് നിൽക്കുന്നത്? വൈദികനും ബലിപീഠത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. വിശ്വാസികൾ എന്നാണ് നിൽക്കുന്നത്? വിശ്വാസികൾ ബലിപീഠത്തിന് മുമ്പിൽ. ആ വൈദികന്റെയും വിശ്വാസികളുടെയും മധ്യത്തിലായിട്ട്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇടയ്ക്കായിട്ടാണ് ബലിപീഠം സ്ഥിതി ചെയ്യുന്നത്. കർത്താവ് പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പുരോഹിതന്റെയും വിശ്വാസത്തിലെ ഇടയ്ക്കായിട്ട് ബലിപീഠം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബലിപീഠത്തിലല്ലേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്? ഈ അപ്പവും മീഞ്ഞിനെയും തിരുശരീരവും തിരക്തവുമായിട്ട് പരിശുദ്ധാത്മാവ് മാറ്റുന്ന ഈ ബലിപീഠത്തിൽ വെച്ച് തന്നെയാണ്. അപ്പം ജനാഭിമുഖ കുർബാനയെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പറയുമെങ്കിൽ ശരിക്കും ബലിപീഠാഭിമുഖ കുർബാനയിൽ പുരോഹിതനും വിശ്വാസികളും ബലിപീഠത്തിൽ അഭിമുഖിച്ചുമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കുർബാന പ്രധാന ഭാഗങ്ങളിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കും ജനാഭിമുഖ കുർബാനയല്ലേ. ഇപ്പൊ അത് പ്രധാനപ്പെട്ട ശുശ്രൂഷകളെന്ന് ഏതൊക്കെയാന്ന് നോക്കി, എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെങ്കിലും അനാഫറയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാണ് ഓടിച്ചു നോക്കി. റുവാക്ഷണ പ്രാർത്ഥന എന്താ ചെയ്യുന്നത്? റുവാക്ഷണ പ്രാർത്ഥനയിൽ കുരിശാകൃതിയിൽ കൈവയ്ക്കുന്നത്. സാധാരണ കൈവയ്ക്കുകയാണോ പുരോഹിതം ചെയ്യുന്നത്? കുരിശാകൃതിയിൽ കൈവയ്ക്കുന്നത്. അപ്പം ഈ കാണുന്ന വിശ്വാസികളെ കുരിശാകൃതിയിൽ കുരിശിന്റെ മഹത്വം അറിയണം. കാര്യം കുരിശിലെ ബലി വഴിയാണ് എല്ലാ സമൂഹത്തിനും രക്ഷ കൈവന്നത്. ഈ രക്ഷ നേടിയെടുത്തത് നമുക്കായിട്ടാണ് ദൈവം സഹായകനായ പരിശുദ്ധാത്മാവ് നൽകുന്നത്. കുരിശിന്റെ ബലിയുടെ യോഗ്യതയോടെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജമാകുന്നത്.
അപ്പം റുഹാക്ഷണ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഈ റുഹാക്ഷണ പ്രാർത്ഥന ഈ ബലിവസ്തുക്കളുടെ മേൽ എഴുന്നള്ളി വരികയും നമ്മുടെ ഹൃദയം നമ്മളെ കൂടെ അതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ബലിവസ്തുക്കളോടൊപ്പം വിശ്വാസങ്ങളെ ചേർക്കുകയാണ് ഈ മാറദ്ദായി മാറിയുടെ അനാഫറയിലെ കുദാശക്രമത്തിൽ ഈ റുഹാക്ഷണ പ്രാർത്ഥനയുടെ പ്രാധാന്യം. അപ്പൊ കുരിശാകൃതിയിൽ കൈവയ്ക്കുന്നു, അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നു, നമ്മൾ കുമ്പിട്ട് വണങ്ങുന്നു ആ സമയത്ത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കുദാശവചനങ്ങൾ ചൊല്ലുമ്പോൾ അല്ലെ സ്ഥാപനവാക്യങ്ങൾ ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ സമൂഹം മുട്ടിൽമേ നിൽക്കുകയാണ്. കാര്യം എന്താ? തിരുശരീര രക്തമായിട്ട് മാറുകയാണ് അവിടെ. ഈശോ എന്ത് ബലി സ്ഥാപിച്ചു ആ ബലി അവിടെ അനുഷ്ഠിക്കപ്പെടുകയാണ്. ആ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ ആരാധനാപൂർവ്വം മുട്ടുകുത്തി നിൽക്കുകയാണ്. കാര്യം കുർബാനയിൽ ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇന്നും കുർബാന അനുഷ്ഠാനപ്പെടുന്നത് കൃത്യമായിട്ട് ചൊല്ലുന്ന ഒരേ ഒരു ഭാഗം, ഈശോ അന്ന് അർപ്പിച്ച ബലിയുടെ അതേ ഭാഗം ഇവിടെ ചൊല്ലുമ്പോൾ മുട്ടുകുത്തി നിന്ന് ആരാധനാപൂർവ്വം കുമ്പിട്ട് വണങ്ങുന്ന ഒരേ ഒരു അനുഷ്ഠാന രീതി ജനാഭിയ കുർബാനയിലേ ഉള്ളൂ. ചങ്ങനാശ്ശേരിയിലൊക്കെ ആ സമയത്ത് മുട്ടുകുത്തത്തില്ല, സാധാരണ പ്രാർത്ഥനകൾ നിൽക്കുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. അപ്പൊ കുദാശവചനങ്ങൾ ഈശോ ബലി സ്ഥാപിച്ചപ്പോൾ ചൊല്ലിയ കുദാശവചനങ്ങൾ ചൊല്ലുമ്പോൾ, തിരുശരീരം ഉയർത്തുമ്പോൾ, കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ഉയർത്തുമ്പോൾ, കർത്താവിന്റെ തിരുരക്തം കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ഉയർത്തുമ്പോൾ ഇവിടെ വിശ്വാസികൾ മുട്ടുകുത്തി ആരാധനാപൂർവ്വം ദിവ്യബലി പങ്കെടുക്കുകയാണ് ജനാഭിയ കുർബാനയിൽ. അപ്പം വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഉദാശവചനങ്ങൾ ചെന്ന് ഈശോ ശിഷ്യന്മാർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇതിന്റെ ശരീരമോ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ജനാഭിയ കുർബാനയിൽ പുരോഹിതൻ വിശ്വാസികൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അതുപോലെ തന്നെ പറയുന്നത്, അത് ഈശോ സ്ഥാപിച്ച ബലിയുടെ അതേ രീതിയിലുള്ള ആ ഒരു ഓർമ്മയാചരണം ജനാഭിയ കുർബാനയിലെ വിശ്വാസികളെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുട്ടുകുത്തി നിന്ന് ദിവ്യകാരനാഥനെ ആരാധിക്കുന്ന ഒരു മഹത്തായ വിശ്വാസ രീതിയാണ് ജനാഭിയ കുർബാന. റുഹാക്ഷണ പ്രാർത്ഥന അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊന്നായി വിഭജന ശുശ്രൂഷ. ഈ കിഴക്കോട്ട് തിരിഞ്ഞ് പുരോഹിതൻ ചെല്ലുമ്പോൾ വിഭജന ശുശ്രൂഷ വിശ്വാസികൾ കാണാൻ സാധിക്കുമോ? എൻ്റെ കർത്താവിന്റെ ശരീരം മുറിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി? എൻ്റെ പാപമോചനത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവിന്റെ ശരീരം മുറിക്കപ്പെടുന്നത് കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ വണങ്ങുവാനും ജനാഭിയ കുർബാനയിലേ സാധിക്കുകയുള്ളൂ. താങ്കളത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ താങ്കളത് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിന്റെ തീവ്രതയും ഇതിന്റെ ആഴവും താങ്കൾക്ക് മനസ്സിലാവും. അപ്പം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. താങ്കളൊരു ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ള താങ്കൾ ഒരു പക്ഷെ കണ്ടു കാണും, ജനാഭിയ കുർബാന അർപ്പിച്ചാണ്. അപ്പം ഇനി ആ കർത്താവിന്റെ ശരീരം വിഭജിക്കപ്പെടുമ്പോൾ ആ കണ്ണുനീരണിയുന്ന വേദനയോടൊന്ന് ഒന്ന് പങ്കെടുത്ത് നോക്കുക. ഈശോനെ ആ സമയത്ത് കാണുക. എനിക്ക് വേണ്ടി കുരിശിൽ മുറിയപ്പെടുന്ന ഈശോനെ ആ സമയം ഒന്ന് കാണുക. ഈ വൈദികൻ ഈശോയുടെ തിരുശരീരം വിഭജിക്കുമ്പോൾ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോ ഈ തിരുശരീരം വിഭജിച്ച് തിരുരക്തത്തിലോട്ട് അലിഞ്ഞു ചേരുമ്പോൾ എനിക്ക് വേണ്ടി രക്തം ചിന്തി ഈശോയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കുക. വീണ്ടും തിരുവോസ്തി കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് വേണ്ടി വൈദികൻ ഈശോ ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊള്ളുക. ഈ ബലിയുടെ യോഗ്യതയാൽ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമായിട്ടാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. ഈ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ തിരുശരീരം വിഭജിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ പ്രാർത്ഥനകളുടെ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരാധനയോടെ ഈ ദിവ്യ രഹസ്യങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആന്തരിക അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവബലി അർപ്പിച്ചാൽ ഒരു വലിയ അനുഭവമാണത്. ഇതിനു വേണ്ടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ സമൂഹം നിലനിൽക്കുന്നത്. ഇതൊരു അധികാര പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അനുസരണക്കേടോട്ട് കാണാതെ നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാർപ്പാപ്പ മിലാൻ അതിരൂപതയ്ക്ക് നൽകിയതുപോലെ ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് ഇവിടെ അനുവദിച്ചു തരാം. ഇനി ഒന്നുമില്ലെങ്കിൽ മാർപ്പാപ്പ സെയറിന് അനുവദിച്ചു കൊടുത്ത പോലെ സെറിയൂസ് പോലെ ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് അനുവദിച്ചു തരാം. അല്ലെങ്കിൽ ഇറ്റലിയിലെ മിലാൻ രൂപതയ്ക്ക് കൊടുത്ത പോലെ ഒരു ലിറ്റർജിക്കൽ റൈറ്റ് ആയിട്ട് തന്നെ അനുവദിച്ചു തരാം. നമുക്കറിയാം ഓരോ രൂപതയ്ക്കും അതിൻ്റെതായ കുറച്ച് ആചാരാനുഷ്ഠാന രീതികളുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത കർട്ടൻ ഉപയോഗിക്കുന്നു, മറ്റു രൂപതകളിൽ കർട്ടൻ ഇല്ല. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാർത്തോമാ സ്ലീഹ എന്ന് വിശേഷിക്കപ്പെടുന്ന, എന്നാൽ മനിക്കേയൻ കുരിശെന്ന് അവകാശപ്പെടുന്ന, എന്നാൽ ഇത് ഏത് കുരിശാന്ന് പൂർണ്ണമായിട്ടും തെളിവില്ലാത്ത ഒരു കുരിശിനെ ബലിപീഠത്തിന്റെ മുകളിലും അൽത്താറിലും ചങ്ങനാശ്ശേരി പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇവിടെ ആരും അവിടെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പം ആ രീതിയിൽ ഓരോ രൂപതയ്ക്കും അതിൻ്റെതായ ഒരു പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാന രീതികളും ഉണ്ട്. അപ്പം നമുക്ക് സിനഡിന്റെ ഒരു തീരുമാനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ചോദിക്കുന്നത് ഇപ്പൊ ഒരു ഐക്യം വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? കുർബാനയുടെ പ്രാർത്ഥനകൾ ഏകദേശമൊക്കെ ഒരുപോലെ ആക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ആ പ്രാർത്ഥനകൾ എല്ലാ രീതിയിലും എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ആ ഇനിഷ്യേറ്റീവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ റൂബ്രിക്സിൽ എന്തിനാ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്? ഒരു വിശ്വാസ സമൂഹത്തിന് അവർ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് ഇത് മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു തുറവി നമ്മുടെ മെത്രാന്മാർക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം ഇനിയെങ്കിലും സഹോദരങ്ങളും മെത്രാന്മാരും മനസ്സിലാക്കുക, ഇത് അനുസരണത്തിന്റെ പ്രശ്നമല്ല. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ ദിവ്യബലിയുടെ അർപ്പണത്തിന്റെ പ്രശ്നമാണ്. അതിന്റെ സജീവ പങ്കാളിത്തത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമാധാനപരമായിട്ട് മെത്രാന്മാർക്ക് ഇത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് ഇത് അനുവദിച്ചു കൊടുക്കുക.
അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പൂർണ്ണമായിട്ടുള്ള കിഴക്കൻ അനുഭവ കുർബാന ആവശ്യമാണെന്ന് വരികയാണ് ലിറ്റർജിക്കൽ വേരിയന്റ് അവിടെ അനുവദിച്ചു കൊടുക്കുക. 50-50 തീരുമാനിക്കാവുന്ന സ്ഥലങ്ങളിൽ 50-50 ആ രീതി തുടരട്ടെ. അത് തെറ്റാണോ ശരിയാണെന്ന് ഇനി അതിലോട്ട് കടന്നിട്ട് കാര്യമില്ലായിരുന്നു. തീരുമാനം പറഞ്ഞ് ശരിക്കും അത് ഒരു ദൈവശാസ്ത്ര വീക്ഷണത്തിലുള്ള തീരുമാനമാണോ? അല്ല. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ കല്ലറ കത്തോലിക്ക സഭ ചെയ്യണതുപോലെ ബലിപീഠത്തിലേക്ക് ബലിവസ്തുക്കൾ എഴുന്നള്ളി വരുന്നതിന് മുമ്പ് വരെ കിഴക്കൻ അഭിമുഖവും ബലിപീഠത്തിലേക്ക് ബലിവസ്തുക്കൾ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ പിന്നെ ജനാഭിമുഖമായിട്ട് ചെല്ലാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ഇപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ സഹോദരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്ന കാര്യം ഇങ്ങനെ സംഘർഷമോ അല്ലെങ്കിൽ ഈ ഒരു രൂപതയെ മാത്രം ഇങ്ങനെ പരിഹാരം ഇല്ലാതെ പോകുന്നതിന്റെ താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ താങ്കൾ ഈ രീതിയിലൊന്ന് കണ്ടു നോക്കുക. ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇതൊരു മെത്രാന്മാരുടെ ധിക്കാരമോ അനുസരണക്കേടോ അല്ല. ഇതിന്റെ ആഴമായിട്ട് അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ദൈവജനമായിട്ടുള്ള എറണാകുളം അതിരൂപത വിശ്വാസികൾ ബലിപീഠത്തിൽ നോക്കി ബലിപീഠത്തിനെ വണങ്ങിക്കൊണ്ട് അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ ദർശിച്ച് ഓരോ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളുകൊണ്ട് അതിന്റെ ആത്മീയതയുടെ പൂർണ്ണതയിൽ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവബലി അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാന ഒരു അനുസരണത്തിന്റെ പ്രശ്നം, ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അനുസരണത്തിന്റെ പ്രശ്നം എന്നുള്ള ബോധ്യം മാറിക്കിട്ടും. അപ്പൊ താങ്കളും പ്രാർത്ഥിക്കുക. കാര്യം ഈ ഒരു ഇപ്പൊ നമുക്കറിയാം കേസ് കൊടുത്തിട്ട് പല പള്ളികളും പൂട്ടിക്കുകയാണ്. ശരിക്കും മറ്റേ കുർബാന ഇല്ലാന്നുകൊണ്ട് വിശ്വാസികൾക്ക് താല്പര്യം. എന്തുകൊണ്ട്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. മെത്രാന്റെ സിനഡിന്റെ തീരുമാനം അനുസരിക്കാനുള്ള പ്രശ്നമല്ല ഇവിടെ തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം വരുമ്പോൾ വിശ്വാസത്തോടൊപ്പം നിൽക്കുള്ളൂ ഒരു സമൂഹം. അപ്പോൾ അത് മനസ്സിലാക്കുക. താങ്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ എന്താ പറയുക, ഏറെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു വിശ്വാസം എന്നുള്ള പ്രശ്നത്തിലേക്ക് താങ്കളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. താങ്കൾക്ക് അത്യാവശ്യം വൈദികരെ മെത്രാന്മാരെയൊക്കെ പരിചയമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അപ്പോൾ താങ്കൾ പറയും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുസരണത്തിന്റെ പ്രശ്നമല്ല. പല സ്ഥലങ്ങളിലും പല രൂപതകളിൽ അനുസരണത്തിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ അനുസരണത്തിന്റെ അല്ല, മറിച്ച് ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നതെന്ന് താങ്കൾ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അതിലും സജീവമായിട്ട് താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്നതിന് നന്ദി പറയുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നവർ മാത്രം പരസ്പരം സംസാരിക്കുന്നതിനേക്കാളും മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് കൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ നിലപാടിനെയും മറ്റുള്ളവരുടെ നിലപാടിനെയും വിലയിരുത്താനും തിരുത്താനും നമ്മളെ പരസ്പരം സഹായിക്കും. അപ്പോൾ താങ്കൾ ഈ കമ്മ്യൂണിറ്റിയിൽ താങ്കൾ പറയുന്നതിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ അഭിപ്രായം വിലമതിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അഭിപ്രായം അതുപോലെ തന്നെ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതായാലും മറുപടികൾ പറയുന്നതിന് നന്ദി പറയുകയാണ്. സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇതുപോലുള്ള നിലപാടുകൾ താങ്കളും പറയുക, നമ്മൾ മറുപടികൾ പറയുക. നമ്മൾ സഹോദര സ്നേഹത്തിൽ കാര്യം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പലരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അന്ന് നമുക്കെതിരെ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ വന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വന്നിട്ട് താമസിക്കുന്ന 90% പേരും ജനാഭിമുഖ കുർബാനയോടൊപ്പം നിൽക്കുന്നു. കാര്യം എന്താ? അവർക്ക് മനസ്സിലായത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ ഏതാനും ചില എതിർത്ത് നിൽക്കുന്നുണ്ട്. അവരെ പോലും നമ്മൾ സഹോദരങ്ങളായിട്ടാണ് കാണുന്ന. കാര്യം ആശയപരമായിട്ട് നമ്മൾ എതിർപ്പുണ്ടെങ്കിൽ പോലും നമ്മളും ഭാവിയിൽ ഇവർ ഒരുമിച്ച് ബലിയർപ്പിക്കേണ്ടവരാന്നുള്ള ബോധത്തോടെ തന്നെ നമ്മൾ അവരോട് പെരുമാറുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്നേഹത്തോടെ പോകാൻ നമുക്ക് ശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കാണുക. ആ രീതിയിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. താങ്കൾ ഈ ഇതിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.